ഹലോ ഹായ്, ഞങ്ങളുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ എനിക്ക് അത്രയും നല്ല സന്തോഷമുണ്ട്. അതിനോടൊപ്പം തന്നെ കുറച്ചൊരു ഇതുണ്ട് കേട്ടോ. ഞാൻ കാരണം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇവന് ഭയങ്കര സൗണ്ടാണ്. ഞാൻ കുറേ സമയം ഞാൻ നോക്കുന്നുണ്ട് വീഡിയോ എടുക്കാൻ, പക്ഷെ ഒന്നുകൊണ്ടും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല. ഇനിയിപ്പോൾ വൈകുന്നേരം ആകുമ്പോഴത്തേനും ഇവിടെ അമ്പലത്തിൽ പാട്ട് വെക്കും. അപ്പോൾ തീരെ വീഡിയോ എടുക്കാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ പാട്ട് ബാക്ക്ഗ്രൗണ്ടിൽ കേട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ കോപ്പിറൈറ്റ് കിട്ടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാം നോക്കിയിരുന്നിരുന്ന് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ എടുക്കണം എന്ന് വെച്ചിട്ട് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ 2-3 ദിവസമായി. അപ്പം ഞാനിപ്പോൾ അങ്ങനെ എനിക്ക് 4000 വാച്ച് അവർ ആണല്ലോ കണക്ക്. പക്ഷെ 3000 വാച്ച് അവർ വരുമ്പോൾ തന്നെ അപ്ലൈ നൗ വരുന്നുണ്ട്. അത് വരുന്നതാണ് കേട്ടോ എനിക്ക് തോന്നുന്നു. അങ്ങനെ ഞാൻ കുറച്ച് വീഡിയോസ് കണ്ടു. അപ്പം 3000 വാച്ച് അവർ ആയപ്പോൾ എനിക്ക് അപ്ലൈ നൗ വന്നു കേട്ടോ. മറ്റേ നമുക്ക് മോണിറ്റൈസേഷന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാനുള്ള ഇത് വന്നിട്ടുണ്ട്. അപ്പോൾ അത് പൈസ എന്താണെന്ന് എനിക്ക് അറിയില്ല അതിനെ പറ്റിയിട്ട്. അപ്ലൈ നൗ എന്തായാലും വന്നിട്ടുണ്ട്. അപ്പം ഞാനതിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പം ഗൂഗിൾ ആഡ്സെൻസിൽ അപ്ലൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാം ഫില്ല് ചെയ്ത് അപ്ലൈ ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് അതിൽ കാണിക്കുന്നത് 2-3 വീക്സിൻ്റെ ഉള്ളിൽ നമുക്ക് അതൊരു പ്രോഗ്രസ് റെഡിയായി കിട്ടുന്നതാണ്. അതിനുശേഷം നമുക്ക് ഡോളറിൻ്റെ ഇത് ഓണാക്കി ഇടാൻ പറ്റും. അപ്പം എങ്ങനെയാണ് എനിക്ക് ഇത്ര പെട്ടെന്ന് 3 മാസം കൊണ്ട് 3000 വാച്ച് അവർ ആയത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. പക്ഷെ എന്താണെന്ന് പറഞ്ഞാൽ എനിക്ക് സന്തോഷം ഉണ്ടോ എന്ന് ചോദിച്ചാൽ സന്തോഷമുണ്ട്. അപ്ലൈ ചെയ്തല്ലോ, അപ്ലൈ ചെയ്യാൻ പറ്റിയല്ലോ. അതുപോലെ തന്നെ വാച്ച് അവർ 3000 ആയാലും 4000 കംപ്ലീറ്റ് ആവണം. അപ്പം ഞാൻ പറഞ്ഞത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും കട്ടായി പോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ. കാരണം എന്താ പറഞ്ഞാൽ ഇവ എന്നെ വീഡിയോ എടുക്കാനേ സമ്മതിക്കുന്നില്ല. പിന്നെ എനിക്ക് വേറൊരു സമയമില്ല. പിന്നെ നമ്മൾ വീഡിയോ ഇടുന്നത് മുടക്കിക്കഴിഞ്ഞാൽ ശരിയാവില്ല എന്നുള്ളത് കൊണ്ടാണ് ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇതെന്തായാലും ഞാനൊരു 2-3 ദിവസം മുന്നേ എടുക്കേണ്ട വീഡിയോ ആയിരുന്നു. പക്ഷെ എനിക്ക് സാഹചര്യം കൊണ്ട് പറ്റിയില്ല. അപ്പം എങ്ങനെയാണ് എനിക്ക് 3000 വാച്ച് അവർ കംപ്ലീറ്റ് ആയതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും നമുക്കിപ്പോൾ ആ എന്നുള്ള ഏതൊരു പുതിയ യൂട്യൂബേഴ്സിനും പുതിയതായിട്ട് യൂട്യൂബ് തുടങ്ങിയവർക്ക് അറിയാം. നമ്മൾ യൂട്യൂബ് സ്റ്റുഡിയോയിൽ എന്നുള്ള അവിടെ പോയി നോക്കിക്കഴിഞ്ഞാൽ ആദ്യം കാണിക്കുന്ന 500 സബും പിന്നെന്തായിരുന്നു അങ്ങനെ എന്തൊക്കെയാണല്ലോ കാണിക്കുന്നത്. അപ്പം എനിക്കിപ്പോൾ ലാസ്റ്റ് കാണിച്ചിട്ടുണ്ടായിരുന്ന 3000 വാച്ച് അവർ, അല്ലെങ്കിൽ 3 മില്യൺ ഷോർട്സ് വ്യൂസ്, പിന്നെ 1000 സബുമായിരുന്നു. അപ്പോൾ 1000 സബ് നേരത്തെ ആയിട്ടുള്ളതുകൊണ്ട് അത് പോയി. പിന്നെ ഉണ്ടായിരുന്നത് 3000 വാച്ച് അവർ, 3 മില്യൺ ഷോർട്സിന് 3 മില്യൺ വ്യൂസും അതായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ 3000 വാച്ച് അവർ ആയി കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് ബാക്കി കാണുന്നില്ല. 4000 വാച്ച് അവറിൻ്റെ ആ ഒരു ഇത് ഓപ്ഷൻ എനിക്ക് കാണുന്നില്ല. നേരെ വന്നത് എനിക്ക് അപ്ലൈ നൗ എന്നാണ്. അപ്പം ഞാൻ അപ്ലൈ നൗ കൊടുത്തപ്പം എനിക്കതിപ്പോൾ നേരെ നമ്മൾ ഗൂഗിൾ ആഡ്സെൻസിലേക്ക് ഞാൻ അപ്ലൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് റെഡി ആയിട്ടുണ്ടെങ്കിൽ നമ്മളെ ഈ എന്താ അതിന് പറയുന്നത്, ഇതെല്ലാം ഓണാക്കി ഇടാന്നാണ് പറയുന്നത് കേട്ടോ. നമ്മൾ ആർട്സിൻ്റെ അല്ല, എന്താണ് ഓണാക്കിയിരുന്നത്, എന്തോരോ സംഭവം ഓണാക്കിയിടാം നമുക്ക്. അപ്പം ഡോളർ കയറുമോ എന്താണെന്നുള്ളത് എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല. ഇനിയിപ്പോൾ വന്നു കഴിഞ്ഞാൽ ഞാൻ അതിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ഇടാം. അപ്പോൾ എനിക്കിനത് റീയൂസ്ഡ് കണ്ടൻറ്റ് കിട്ടുമെന്ന് എനിക്ക് നല്ല പേടിയുണ്ട്. അപ്പം ഞാൻ എങ്ങനെയാണ് എനിക്ക് 3 മാസം കൊണ്ട് 3000 വാച്ച് അവർ ആയത് എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പം എനിക്ക് സന്തോഷമുണ്ടോ എന്ന് ചോദിച്ചാൽ നല്ല സന്തോഷമുണ്ട്. പക്ഷേ അതിൻ്റെ കൂടെ തന്നെ ചെറിയൊരു ഇതുണ്ട്. കാരണം വലിയ പ്രതീക്ഷ ഞാൻ കൊടുക്കുന്നില്ല. കാരണം റീയൂസ്ഡ് കണ്ടൻറ്റ് വരുമോ എന്ന് എനിക്ക് ഒരു 100-ൽ 70% എനിക്ക് സംശയം റീയൂസ്ഡ് കണ്ടൻറ്റ് കിട്ടും എന്ന് തന്നെയാണ്. അപ്പം എങ്ങനെയാണ് എൻ്റെ ഒരു വീഡിയോ 100K ആയിട്ടുണ്ട്. അപ്പം ഒരു 10K തന്നെ ആവണമെങ്കിൽ നമ്മൾ എത്രത്തോളം കഷ്ടപ്പെടണം എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. അപ്പം എനിക്ക് ഇപ്പം ആ വീഡിയോക്ക് 100K അല്ല, ഇപ്പം ആ വീഡിയോയ്ക്ക് 143K ആണ് ഇന്ന് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. അതായത് 1-ാം തീയതിയാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പം എനിക്ക് ആയിട്ടുള്ള വ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 143K ആണ് കേട്ടോ ആയിട്ടുള്ളത്. അപ്പോൾ ഒരു 10K തന്നെ പോട്ടെ, ഒരു 1K ആവണമെങ്കിൽ അത്രയും ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഈ 140K എങ്ങനെ വന്നു എന്ന് എനിക്കറിയില്ല കേട്ടോ. അത് വെറും ആക്സിഡൻ്റലി പറ്റിപ്പോയ ഒരു സംഭവമാണ്. അപ്പോൾ ഞാൻ വെറുതെ ഒരു വീഡിയോ എടുത്തു. ഞാൻ ഇതിന് മുന്നേ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് കുറേ ഇങ്ങനെ ഈ ഫണ്ണി ആനിമൽ വീഡിയോസ് എടുത്തിട്ട് അതെല്ലാം കൂടെ മിക്സ് ആക്കിയിട്ട് ഒരു 3.15 മിനിറ്റ് 3 മിനിറ്റും 15 സെക്കൻഡും ഉള്ളൊരു വീഡിയോ ഞാൻ ആക്കിയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അതായിരുന്നു വെർട്ടിക്കൽ. അപ്പോൾ വെർട്ടിക്കലായിട്ട് 3 മിനിറ്റിന് താഴെ ഇട്ട് കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാമായിരിക്കും ഷോർട്സിലേക്കേ പോകുള്ളൂ. അപ്പോൾ ഞാൻ 3 മിനിറ്റിന് മേലെ ആക്കിയിട്ട് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ പക്ഷെ ഞാൻ ആദ്യത്തെ സൗണ്ടൊക്കെ മാറ്റി കുറേ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടാണ് ഇട്ടിട്ടുള്ളത്. പക്ഷെ എന്നാൽ പോലും ചിലപ്പോൾ നമുക്ക് റീയൂസ്ഡ് കണ്ടൻറ്റ് കിട്ടാനുള്ള ചാൻസ് വളരെ അധികമാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് മോണിറ്റൈസേഷന് അപ്ലൈ ചെയ്തിട്ട് അത് മോണിറ്റൈസേഷൻ ആവുമോ എന്നുള്ളത് എനിക്ക് 100% ഒന്നും ഉറപ്പില്ല. എന്നാൽ പോലും ഞാൻ അത്ര പ്രതീക്ഷയും കൊടുക്കുന്നില്ല. കാരണം റീയൂസ്ഡ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് വിഷമിക്കേണ്ട ആവശ്യമില്ലല്ലോ. കാരണം എനിക്ക് തന്നെ അറിയാം എൻ്റെ വീഡിയോസിനല്ല അത് കിട്ടിയിട്ടുള്ളത്, വാച്ച് അവർ അത്ര ആയിട്ടുള്ളതെന്ന് എനിക്കറിയാം. കാരണം ഈ ഒരു വീഡിയോ 143K എന്ന് പറയുമ്പോൾ അതിൽ തന്നെ 3 മിനിറ്റുള്ളൊരു വീഡിയോ ആയതുകൊണ്ട് തന്നെ 143K ആയിട്ടും എനിക്കിപ്പം 3000 വാച്ച് അവറാണ് കറൻ്റ്ലി
കറൻ്റ്ലി ആയിട്ടുള്ളത് 3000 വാച്ച് അവറാണ് ആ ഒരൊറ്റ വീഡിയോയ്ക്ക് ആയിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എനിക്ക് ആ ഒരൊറ്റ വീഡിയോ തന്നെ 3000 വാച്ച് അവർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ബാക്കി എൻ്റെ കുറച്ച് വീഡിയോ എന്നൊക്കെ എനിക്ക് അത്ര എന്തായാലും വാച്ച് അവർ ആയിട്ടില്ല. അപ്പോൾ എനിക്ക് തന്നെ റീയൂസ്ഡ് കണ്ടൻറ് ആയി വന്നു കഴിഞ്ഞാൽ എനിക്ക് ആ ഒരു വാച്ച് അവർ എനിക്ക് കട്ടാവും. അപ്പോൾ എനിക്ക് പിന്നെ വേറെ വഴിയൊന്നുമില്ല, എൻ്റെ വീഡിയോ കൊണ്ട് തന്നെ പിന്നെ നമ്മളത് മോണിറ്റൈസേഷന് വെക്കേണ്ടി വരും. അപ്പോൾ അത്രയും വാച്ച് അവർ പിന്നെ നമുക്ക് ആക്കേണ്ടതായിട്ടും വരും. അപ്പോൾ എനിക്കറിയില്ല, എന്തായാലും ആ ഒരു വീഡിയോ 143K ആയിട്ടുണ്ട്. അപ്പം അത് ഇനി റീയൂസ്ഡ് ആയില്ല എന്നുണ്ടെങ്കിൽ ആർക്കെങ്കിലുമൊക്കെ ഉപകാരം ആവുന്നുണ്ടെങ്കിൽ, ഞാൻ റീയൂസ്ഡ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ എനിക്കത് മോണിറ്റൈസേഷന് അപ്ലൈ ചെയ്ത് എനിക്ക് മോണിറ്റൈസേഷൻ റെഡി ആയി എന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും അതുപോലെ തന്നെ ചെയ്യാമല്ലോ. പുതിയ യൂട്യൂബേഴ്സിന് ആർക്കെങ്കിലുമൊക്കെ ഉപകാരം ആവുകയാണെങ്കിൽ ഉപകാരം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം ഞാനിപ്പോൾ എന്തായാലും എനിക്കിപ്പം ഗൂഗിൾ ആഡ്സെൻസിന് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ നമ്മൾ ഈ എന്താ പറയുന്നത് മോണിറ്റൈസേഷന് 4000 വാച്ച് അവറാണ് കണക്ക്. പക്ഷേ 3000 വാച്ച് അവർ ആകുമ്പോൾ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് ഞാനിപ്പോൾ അപ്ലൈ ചെയ്തിട്ടുള്ളത്. അപ്പം 4000 ആയിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഷോർട്സിനും കൂടെ നമുക്കത് ആഡായിട്ട് നമുക്ക് ഡോളർ കയറാൻ തുടങ്ങും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇതിപ്പോൾ ലോങ് വീഡിയോസിൻ്റെതായിരിക്കണം 3000 വാച്ച് അവറിൻ്റെത്. അങ്ങനെ ഞാൻ അപ്ലൈ ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും അറിയായിരിക്കും. ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഗൂഗിൾ ആഡ്സെൻസിന് കൊടുക്കണം. അത് കൊടുത്തു കഴിഞ്ഞാൽ ആദ്യമൊക്കെ 24 മണിക്കൂറായിരുന്നു കാണിച്ചുകൊണ്ടിരുന്നെങ്കിൽ എനിക്ക് ഇന്ന് കാണിച്ചിട്ടുള്ളത് 2-3 വീക്സ് എന്നാണ് കാണിക്കുന്നത്. അപ്പം ഈ ഒരു 3 ആഴ്ചയ്ക്കുള്ളിൽ എനിക്ക് അതിനുള്ള ഒരു റിസൾട്ട് കിട്ടും അപ്ലൈ ചെയ്തിട്ട്. അതിപ്പോൾ എന്തായാലും അത് പ്രോസസ്സ് ഇപ്പോൾ ഇൻ പ്രോഗ്രസ് ആണ് കാണിക്കുന്നത്. അപ്പം അപ്ലൈ ചെയ്തിട്ടുള്ളതിൻ്റെ റിസൾട്ട് എനിക്കിപ്പോൾ ഒരു 3 ആഴ്ചേൻ്റെ ഉള്ളിൽ കിട്ടും. അപ്പം ഞാൻ അതിൻ്റെ കാര്യം ഞാൻ വന്ന് പറയാം. അത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ എനിക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ എനിക്ക് ഓണാക്കി ഇടാൻ പറ്റുള്ളൂ, എനേബിൾ ചെയ്ത് വെക്കാൻ പറ്റുള്ളൂ. നമുക്ക് മറ്റേ ഏണിൻ്റെ കാര്യങ്ങളൊക്കെ എനേബിൾ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഇനി ആ ഒരു റിസൾട്ട് വന്ന് അപ്ലൈ ചെയ്തിട്ടുള്ളതിൻ്റെ റിസൾട്ട് വന്നു കഴിഞ്ഞെങ്കിൽ മാത്രമേ എനിക്കിതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് എനിക്ക് പറയാൻ പറ്റുള്ളൂ. എന്തായാലും എനിക്ക് ഇന്ന് ന്യൂ ഇയർ ആയിട്ട് തന്നെ എനിക്ക് ഇങ്ങനെ ഒരു ഹാപ്പി ന്യൂസ് എനിക്ക് പറയാൻ പറ്റില്ല. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. കാരണം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ എങ്ങനെയൊക്കെ എല്ലാവരും എത്രയോ വർഷങ്ങളായി കാത്തിരുന്ന് കഷ്ടപ്പെട്ട് കിട്ടുന്ന 4000 വാച്ച് അവർ എന്ന് പറയുന്ന സംഭവം എനിക്കിപ്പോൾ 3000 ആയുള്ളൂ. എന്നാൽ പോലും 3000 വാച്ച് അവർ എനിക്ക്. പക്ഷേ ആ 3000 എന്ന് പറയുന്നത് ഇന്നൊരു ഡേറ്റ് വരെ ആണല്ലോ, ഇന്നത്തെ ഡേറ്റ് വരെ ഉള്ളതല്ല ഈ 3000 വാച്ച് അവർ എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് ഇനിയും കയറാനുണ്ട്. കാരണം ഇപ്പോൾ അത് ഏകദേശം ഒരു 25-ാം തീയതി വരെ ഉള്ളതാണ് 3000 വാച്ച് അവർ ആയിട്ടുള്ള. ഇനിയും കിടക്കുന്നു 5-6 ദിവസത്തെ വാച്ച് അവർ കിടക്കുന്നുണ്ട്. എന്നാൽ പോലും അത്രയും ദിവസം കൊണ്ട് ഒരു 3 മാസം കൊണ്ട് എനിക്ക് 3000 വാച്ച് അവർ ആയി എന്നുള്ളതിൽ എനിക്ക് നല്ല സന്തോഷമുണ്ട്. പക്ഷെ ഇനിയിപ്പോൾ റീയൂസ്ഡ് വന്നു കഴിഞ്ഞാൽ ഓക്കെ, അത്രേ ഉള്ളൂ. അല്ലാതെ അതിനെപ്പറ്റി വിഷമിച്ചിരുന്നിട്ട് കാര്യമില്ല എന്ന് എനിക്കറിയാം. കാരണം എൻ്റെ കണ്ടൻറ്റിന് കിട്ടിയതല്ല എന്നുള്ളത് കൊണ്ട് തന്നെ എനിക്ക് അതിലൊരു വിഷമവുമില്ല റീയൂസ്ഡ് ആയെങ്കിൽ തന്നെ. പക്ഷേങ്കിൽ റീയൂസ്ഡ് ആവരുതേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കാരണം മോണിറ്റൈസേഷൻ ആയി കിട്ടിക്കഴിഞ്ഞ് പിന്നെ എനിക്ക് എപ്പോൾ എനിക്ക് ഡോളർ കിട്ടിയാലും അങ്ങനെ ആയെങ്കിലും ഒരു പ്രശ്നവും എനിക്കില്ല. അപ്പം റീയൂസ്ഡ് ആവരുതേ എന്നൊരു പ്രാർത്ഥന എനിക്കുണ്ട്. ആരെങ്കിലുമൊക്കെ ഈ വീഡിയോ കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോസിനൊക്കെ ഇപ്പം നല്ല റീച്ച് എന്ന് പറയാൻ എനിക്കില്ല. കാരണം 20-30 വ്യൂസ് മാത്രമേ ഉള്ളൂ. ആദ്യം ഒരു 400-300 കിട്ടിക്കൊണ്ടിരുന്നു. ഇപ്പം അതിൻ്റെ ഒരു അയലക്കത്തേക്ക് പോകുന്നില്ല. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ പിന്നെ ആരെങ്കിലുമൊക്കെ ഈ വീഡിയോ കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു മിനിറ്റെങ്കിലും ഒന്ന് കാണുന്ന സമയത്തെങ്കിലും വിചാരിക്കണം, ഒന്ന് ചാനലൊന്ന് റീയൂസ്ഡ് ആവാതെ ഒന്ന് കിട്ടിയാൽ മതിയായിരുന്നു. മോണിറ്റൈസേഷൻ ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ ആവുന്ന സമയത്താവട്ടെ എന്നേ ഞാൻ വിചാരിക്കുന്നുള്ളൂ. അല്ലാതെ പെട്ടെന്ന് റീച്ച് കിട്ടിയാൽ എനിക്ക് ചാനൽ വലിയൊരു ഇതിലെത്തണം എന്നൊന്നും എനിക്കില്ല. എങ്ങനെയെങ്കിലും ഒരു വർഷം കൊണ്ടാണെങ്കിൽ ഒരു വർഷം കൊണ്ട് $100 അങ്ങനെ 2 വർഷം കൊണ്ട് $100 അങ്ങനെ ആയാലും മതി. ഇപ്പം എല്ലാവർക്കും അറിയാം മോണിറ്റൈസേഷൻ ആയ പാടെ തന്നെ നമുക്ക് പൈസ കിട്ടില്ല. $100 ആയതിനു ശേഷമേ നമുക്കത് വിഡ്രോ ചെയ്ത് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ട്. $100 എന്ന് പറയുമ്പോൾ ചെറിയ സംഭവം ഒന്നല്ല. ഇപ്പം ചിലപ്പം നമുക്കിപ്പോൾ എനിക്ക് തോന്നുന്നു 1000 ആൾക്കാർ കണ്ടാൽ പോലെ $1 കിട്ടുമെന്ന് എനിക്കറിയില്ല കേട്ടോ, സത്യമായിട്ട് എനിക്കറിയില്ല. അപ്പം അത്രയൊന്നും വീഡിയോ നമ്മൾ ആരും കാണുന്നില്ല ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ. അപ്പോൾ ഇനിയിപ്പം എപ്പോഴെങ്കിലും ആരെങ്കിലുമൊക്കെ കാണുമായിരിക്കും വീഡിയോസൊക്കെ യൂട്യൂബ് റെക്കമെൻഡ് ചെയ്യുമായിരിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാനും. ഇനിയിപ്പം മനസ്സിലെപ്പോഴും തോന്നാറുണ്ട് വീഡിയോയ്ക്ക് റീച്ച് കിട്ടാത്തപ്പം 20-30 വ്യൂസ് ആവുന്ന സമയത്ത് എനിക്ക് തോന്നാറുണ്ട് എന്തിനാ വീഡിയോ ഇടുന്ന നിർത്തിയാലോ. പക്ഷെ പിന്നെ വിചാരിക്കും വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ, ഇതിനെക്കൊണ്ട് ഇപ്പം നമുക്ക് ഉപദ്രവമായിട്ടൊരു കാര്യമില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു വേണ്ട, നിർത്തേണ്ട ആവശ്യമില്ല, മുന്നോട്ട് തന്നെ പോവാം. അപ്പോൾ എന്തായാലും അങ്ങനെ എൻ്റെ ഫസ്റ്റത്തെ കടമ്പയായ മോണിറ്റൈസേഷൻ, ഫസ്റ്റത്തെ കടമ്പയല്ല, ഫസ്റ്റത്തെ 1000 സബ് ആയിരുന്നു, അതായി.
പിന്നെ പിന്നത്തെന്ന് പറഞ്ഞാൽ 4000 വാച്ച് അവർ. അതിലിപ്പം എനിക്ക് ഉറപ്പാണ് ഇനി ഒരു 6 ദിവസത്തെ വാച്ച് അവറും കൂടി എനിക്ക് കിട്ടാനുണ്ട്. അപ്പം 4000 വാച്ച് അവർ എന്തായാലും എനിക്ക് കംപ്ലീറ്റ് ആണ്. അപ്പം അതിന് മുന്നേ തന്നെ 3000 ആയപ്പോൾ എനിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ആരെങ്കിലുമൊക്കെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇത് അവർക്കും കൂടെ ഒരു മോട്ടിവേഷൻ ആയിക്കോട്ടെ. അതുപോലെ തന്നെ എനിക്ക് ഈ ഒരു വീഡിയോ ഇട്ടിട്ട് ഞാൻ എന്ത് വീഡിയോ ഇട്ടതെന്ന് ഞാൻ ഇതിൽ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോ ഇട്ടിട്ട് എനിക്ക് റീൽസിൽ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാനത് നിങ്ങളുടെ അടുത്ത് ഉറപ്പായും വന്ന് പറയും. കാരണം ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെടുവാണ്. ഇവ എന്നെ ഒരു വീഡിയോ എടുക്കാൻ സമ്മതിക്കില്ല കേട്ടോ. അങ്ങനെ ആർക്കെങ്കിലുമൊക്കെ ഒരു ഉപകാരപ്പെടുവാണെങ്കിൽ പെട്ടോട്ടെ എന്ന് വെച്ചിട്ടാണ്. അപ്പം ഇവിടെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അഭിപ്രായങ്ങളോ നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ, ചോദിക്കാനെന്നല്ല എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം, കമൻ്റായിട്ട് അറിയിക്കുക. അപ്പം എനിക്കറിയുന്നത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പം റീൽസ് കണ്ടന്റ് വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായി ഞാനതൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതാണ്. വന്നിട്ടില്ലെങ്കിൽ ഞാൻ അതിനെപ്പറ്റി പറയാം. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ള. എല്ലാവരും പ്രാർത്ഥിക്കണം കേട്ടോ, ഒന്ന് റീൽസ്ഡ് ആവല്ലേ എന്ന് പ്രാർത്ഥിക്കണം. എന്ന് വെച്ചിട്ട് എനിക്കിപ്പോൾ സങ്കടപ്പെട്ടിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ എന്തായാലും ആവരുതേ എന്നുള്ളൊരു പ്രാർത്ഥന എനിക്കുണ്ട്. അതുപോലെ തന്നെ കാണുന്ന 1 മിനിറ്റെങ്കിലും നിങ്ങളൊന്ന് മനസ്സുകൊണ്ട് വിചാരിച്ചത് കിട്ടും, റീൽസ്ഡ് ആവാതെ എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടേ എന്നുള്ളൂ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. ഇഷ്ടപ്പെടാൻ പ്രത്യേകിച്ച് ഒന്നുമില്ല. അപ്പം എൻ്റെ ഒരു സന്തോഷം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ പുതിയ യൂട്യൂബേഴ്സിനെ നിർത്തിപ്പോണം, അങ്ങനെയൊക്കെയാണ് ഇങ്ങനെയൊക്കെയാണെന്ന് ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ ഞാൻ പറയാണ്, ഏത് സമയത്താണ് നമ്മളെ വീഡിയോ നമ്മൾ റീച്ച് ആവുന്നതെന്നോ, ഒരു വീഡിയോ കൊണ്ട് ചിലപ്പം നമുക്ക് ഒരു വീഡിയോയ്ക്ക് തന്നെ നമുക്ക് ചിലപ്പോൾ 4000 വാച്ച് അവർ ആവും. ഇപ്പോൾ എനിക്കുണ്ടല്ല ആ ഒരു ഒറ്റ വീഡിയോയിലാണ് എനിക്ക് 3000 വാച്ച് അവർ ആയിട്ടത്. അപ്പം അങ്ങനെയൊക്കെ നമ്മളെ ചാനൽ നമുക്ക് മോണിറ്റൈസേഷൻ ചെയ്യാൻ കഴിയും. അതിപ്പോൾ ആ വീഡിയോ ഞാനിപ്പോൾ വേറെ മറ്റേ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് എടുത്ത വീഡിയോ ഇട്ടിട്ടെന്നല്ല, ചിലപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു വീഡിയോ ഇടുമ്പോൾ തന്നെ ചിലർക്കത് യൂട്യൂബ് റെക്കമെൻഡ് ചെയ്യും. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് വ്യൂസ് കിട്ടുകയും ചെയ്യും. അപ്പം ആരും പുതിയ യൂട്യൂബേഴ്സ് നിർത്തിപ്പോകണം എന്നുള്ള ചിന്ത ആർക്കും വേണ്ട. അപ്പോൾ എങ്ങനെയെങ്കിലുമൊക്കെ മുന്നോട്ട് പോകാൻ തന്നെ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ ഇഷ്ടപ്പെടേണ്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പം എല്ലാവരും എൻ്റെ വീഡിയോ കാണുന്ന പിന്നെ ഞാൻ പറയുന്നുണ്ട്. അപ്പം ബൈ.